കോൺഗ്രസിനെതിരെ ഹരിയാന സീറ്റ് കോഴക്കേസിലെ പരാതിക്കാരൻ ഗൗരവ് കുമാർ കോൺഗ്രസ് പണത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്നും അങ്ങനെ ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണമെന്നും ഗൗരവ് കുമാർ കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ചതിയന്മാരാണെന്നും കോൺഗ്രസിന് മലയാളികൾ വോട്ട് നൽകരുതെന്നും ഗൗരവ് കുമാർ. I am Gaurav Kumar from Haryana. I betrayed by K.C. Venugopal, Kodikunnil Suresh, the MPs of Kerala who belongs to Congress party. I appeal you, please come out for vote on 9th of April. Please do vote, accept money-minded Congress. If Congress comes in power, they will spoil the name of Malayalis, they will spoil the brotherhood of Malayalis, they will spoil your state Kerala. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏതായാലും ഗൗരവ് കുമാറിന് കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ വരെ വലിയ തട്ടിപ്പ് സംഘമാണ്. 7 കോടി രൂപയാണ് ഗൗരവ് കുമാറിന്റെ ഭാര്യയുടെ പേരിൽ ഗൗരവ് കുമാറിൽ നിന്ന് വാങ്ങുകയും ചെയ്തത്. ചതിയന്മാർക്ക് വോട്ട് ചേരുന്നത് തന്നെയല്ലേ ഗൗരവ് കുമാർ പറഞ്ഞു? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? സുജി, എന്തായാലും കേരളത്തിലെ വോട്ടർമാരോട് ഇപ്പോൾ ഗൗരവ് കുമാർ നടത്തിയിരിക്കുന്ന ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നതാണ്. കാരണം കോൺഗ്രസ് പണത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷൊക്കെ തന്നെ ഇത്തരത്തിൽ ചതിച്ചവരാണ്. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ പോലെ 1000 ഗൗരവമാരെ കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കും. ഈ പണത്തിന് വേണ്ടി നടക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ പേര് ഇല്ലാതാക്കും, അവിടുത്തെ സാഹോദര്യം നശിപ്പിക്കും, അതോടൊപ്പം തന്നെ കേരളത്തെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും മലയാളികൾ, പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഗൗരവ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗൗരവ് കുമാർ പറയുന്ന മറ്റൊരു കാര്യം, ഈ വരുന്ന ചൊവ്വാഴ്ചയോടുകൂടി, അതായത് പരസ്യ പ്രചരണം അവസാനിക്കുന്ന 7-ാം തീയതി കേരളത്തിലേക്ക് എത്തുമെന്നും തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുമെന്നുമാണ് എന്തായാലും ഇപ്പോൾ ഗൗരവ് കുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. സിജു, വിഷ്ണു തലവൂർ, ഇത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ഗതി കെട്ട് ഗൗരവ് കുമാർ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇവിടെ ദേശീയ കോൺഗ്രസ് നേതൃത്വം ആകെ വെട്ടിലായിരിക്കുകയാണ്, നാണം കെട്ടി നിൽക്കുകയാണ്. 3 പേരെയാണ് മാറ്റിയത്. അതായത് ഒന്ന് കെ.സി. വേണുഗോപാലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അലിയെ മാറ്റി, പ്രിയങ്ക ഗാന്ധിയുടെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റി. വ്യാപകമായ പണപ്പിരിവ് ഹരിയാനയിൽ മാത്രമല്ല തെലങ്കാനയിലും കർണാടകത്തിലും അടക്കം. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഈ സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട് ആരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഗൗരവ് കുമാർ ഉയർത്തിവിട്ടത് ചെറിയ വിഷയമല്ല. ഗൗരവ് കുമാർ പറയുന്നത് അടിവരയിട്ടൊന്നുകൂടി പറയുകയുണ്ട്. കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ചതിയന്മാരാണ്. അവർ മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഈ ചിത്രത്തിലേക്ക് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഗൗരവ് കുമാറിന്റെ പരാതി എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തെ ആകെ പിടിച്ചുലച്ചു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിലും കൃത്യമായി തന്നെ പറയാൻ. കാരണം ഗൗരവ് കുമാർ തന്റെ പരാതി ദില്ലി പോലീസിനെ കൈമാറുമ്പോൾ നേതാക്കൾക്കടക്കം അവരുടെ സ്റ്റാഫ് അംഗങ്ങൾക്കടക്കം പൈസ നൽകിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ വെച്ചാണ് പരാതി കൈമാറുന്നത്. ആ പരാതിയിൽ ദില്ലി പോലീസ് കേസ് ഫയൽ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. ദില്ലിയിലെ നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൈം നമ്പർ എന്ന് പറയുന്നത് 0011/2026 എന്ന ക്രൈം നമ്പറിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ദില്ലി പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദില്ലി പോലീസ് വൃത്തങ്ങളൊക്കെ പറയുന്നത് ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. അത്തരത്തിൽ ഒരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ ഹൈ പ്രൊഫൈൽ കേസായിട്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ വ്യാപ്തിയുള്ള കേസാണ് ഈ ഗൗരവ് കുമാറിന്റെ പരാതി. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ഉലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഗൗരവ് കുമാർ നിരന്തരം പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുകയും ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ ചതിയന്മാരാണ്, കോൺഗ്രസിനെ ഒരു കാരണവശാലും പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ വോട്ട് നൽകരുത്, ഈ വോട്ട് നൽകി കഴിഞ്ഞാൽ കേരളത്തെ തന്നെ കോൺഗ്രസ് ഇല്ലാതാക്കുമെന്നൊരു അഭ്യർത്ഥന ഇപ്പോൾ ഗൗരവ് കുമാർ നടത്തിയിരിക്കുന്നത്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.